നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിലെ പ്രസവം നിർത്തുക എന്ന് പറയുക, അല്ലെങ്കിൽ സ്ത്രീ വന്ധീകരണം, ട്യൂബക്ടമി എന്നൊക്കെ പറയുന്ന ഒരു പ്രൊസീജിയറെ കുറിച്ചാണ്. ട്യൂബൽ ലിഗേഷൻ, ട്യൂബക്ടമി സ്ത്രീകളിലെ ഫലോപ്പിയൻ ട്യൂബ് ശസ്ത്രക്രിയ വഴി ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ഡവാഹിനിക്കുഴൽ തടസ്സപ്പെടുത്തുന്നതിലൂടെ അണ്ഡത്തിന് ഓവറിയിൽ നിന്നും ബീജസങ്കലനത്തിന് സാധിക്കാതെ വരുന്നു. ഇത് സ്ത്രീ ഗർഭിണിയാകുന്നത് തടയുന്നു. ശരിയായ രീതിയിൽ നടത്തിയാൽ സ്ത്രീ വന്ധീകരണം വളരെ ഫലപ്രദമായ ഒരു ഗർഭനിരോധന മാർഗമാണ്. ട്യൂബൽ ലിഗേഷൻ വന്ധീകരണത്തിൻ്റെയും ജനന നിയന്ത്രണത്തിൻ്റെയും സ്ഥിരമായ ഒരു രീതിയായി കണക്കാക്കപ്പെടുന്നു. ട്യൂബക്ടമി ചെയ്ത ശേഷം വീണ്ടും കുട്ടികൾ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫലോപ്പിയൻ ട്യൂബുകൾ വീണ്ടും കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ലാപ്രോസ്കോപ്പിയിലൂടെയും ട്യൂബക്ടമി ചെയ്യാം. സിസേറിയനിലൂടെയാണ് കുഞ്ഞ് പിറക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ സിസേറിയൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇതിനെ PPS ശസ്ത്രക്രിയ എന്ന് വിളിക്കുന്നു. പ്രസവത്തിന് സിസേറിയൻ ശസ്ത്രക്രിയ ചെയ്യുന്നവർക്ക് ഇത് ഏറെ സൗകര്യപ്രദമാണ്. ട്യൂബക്ടമിക്ക് ശേഷം എത്ര ദിവസത്തെ ബെഡ് റെസ്റ്റ് വേണം? ട്യൂബക്ടമിക്ക് ശേഷം ബെഡ് റെസ്റ്റ് നിങ്ങൾ നടത്തിയ ശസ്ത്രക്രിയയുടെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ലാപ്രോസ്കോപ്പിക് ട്യൂബക്ടമി ആണെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കാൻ ഏകദേശം ഒരാഴ്ച എടുക്കും. ഒരു മിനി ലാപ്രോട്ടമി ആണെങ്കിൽ വീണ്ടെടുക്കാൻ ഏകദേശം 1 മുതൽ 3 ആഴ്ച സമയമെടുക്കും. ഡെലിവറി കഴിഞ്ഞ് മിനി ലാപ്രോട്ടമി നടത്തുകയാണെങ്കിൽ അത് വീണ്ടെടുക്കാൻ കുറച്ച് സമയമെടുത്തേക്കാം. പലരും സിസേറിയനോടൊപ്പം തന്നെ ട്യൂബക്ടമി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഉടനെ വന്ധീകരണം ചെയ്യുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ പ്രസവം കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷമാണ് വന്ധീകരണം ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഈ നടപടിക്രമത്തിന് 1 മാസം മുമ്പായി തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ എടുക്കുക. ശസ്ത്രക്രിയ തീയതി വരെ അത് കഴിക്കുന്നത് തുടരുക. ട്യൂബക്ടമി സർജറി എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വിവിധ തരത്തിലുള്ള വന്ധീകരണമുണ്ട്. ട്യൂബക്ടമി ഉപയോഗിച്ച് ഫലോപ്പിയൻ ട്യൂബുകളെ ചെറിയ ഭാഗങ്ങൾ ഡോക്ടർ തടയുകയോ നീക്കം ചെയ്യുകയോ ചെയ്യും. ഇന്നത്തെ ഏറ്റവും സാധാരണയായ നടപടിക്രമം ലാപ്രോസ്കോപ്പിയാണ്. ആദ്യം നിങ്ങൾക്ക് ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ ലഭിക്കും. അത് നിങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കും. അപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ കാണാൻ ഡോക്ടർ നിങ്ങളുടെ വയറിൽ ഗ്യാസ് പമ്പ് ചെയ്യും. തുടർന്ന് അവർ വയറിന് സമീപം 1-2 ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ഫലോപ്പിയൻ ട്യൂബുകൾ കണ്ടെത്തുന്നതിന് ലാപ്രോസ്കോപ്പി ഉപകരണവും ലൈറ്റും ഉപയോഗിക്കും. ഡോക്ടർ ട്യൂബുകൾ ക്ലിപ്പ് ചെയ്യുകയോ പൂർണ്ണമായി ലാപ്രോസ്കോപ്പിക്കായി നീക്കം ചെയ്യുകയോ ചെയ്യും. മുഴുവൻ കാര്യങ്ങളും ഏകദേശം 20 മുതൽ 30 മിനിറ്റിൽ കഴിഞ്ഞേക്കാം. രോഗികൾ അതേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യാം. വളരെ ചെറിയ പാടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളരെ സാധാരണമായ മറ്റൊരു നടപടിക്രമമാണ് മിനി ലാപ്രോട്ടമി. ഇത് പലപ്പോഴും പ്രസവശേഷം തന്നെ നടത്തപ്പെടുന്നു. ഗർഭാവസ്ഥയെ ശാശ്വതമായി തടയുന്നതിനും ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗങ്ങളിലൊന്നാണ് ട്യൂബക്ടമി ശസ്ത്രക്രിയ. നിങ്ങൾ സമ്മതിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഡോക്ടറുമായും സ്ഥിതിഗതികൾ, അപകട സാധ്യതകൾ, ആനുകൂല്യങ്ങൾ എന്നിവ പൂർണ്ണമായും വിശകലനം ചെയ്ത ശേഷം വേണം അന്തിമ തീരുമാനമെടുക്കാൻ. കൂടാതെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ ചോദ്യങ്ങളും ഡോക്ടറോട് ചോദിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുക. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ട്യൂബക്ടമിക്ക് ശേഷം വീണ്ടും നിങ്ങൾക്കൊരു പ്രഗ്നൻസി ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും ഇവ കൂട്ടിച്ചേർക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ കൂട്ടിച്ചേർത്തതിന് ശേഷമുള്ള ഗർഭധാരണ സാധ്യത 40 മുതൽ 60% മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയൊരു ഗർഭം വേണ്ട എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ട്യൂബക്ടമിയിലോട്ട് കടക്കുക. കൺഫ്യൂസ്ഡ് ആയ മൈൻഡിലോ ആത്മവിശ്വാസത്തോടു കൂടി അല്ലാത്ത ഡിസിഷനോ എടുത്ത് ഒരിക്കലും ട്യൂബക്ടമിക്ക് പോകാതിരിക്കുക. വീണ്ടും ഭാവിയിൽ ഒരു കുഞ്ഞുകൂടി വേണം, അല്ലെങ്കിൽ കുട്ടികൾ വേണം എന്നുള്ള ചിന്തയിലോട്ട് നിങ്ങൾ എത്തും എന്നുണ്ടെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഇതുപോലെ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിനേക്കാളും മറ്റ് ടെമ്പററി ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കോണ്ടം, കോപ്പർട്ടി, ഓറൽ പിൽസ് പോലുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചിന്തിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഗർഭധാരണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ട്യൂബക്ടമി തിരഞ്ഞെടുക്കുക.